Ma. Yeah. അത് ഗീതയുടെ ഞാൻ ഒരു 2 വർഷം മുമ്പ് ഇവിടെ വന്നപ്പം ഇവിടെ ഒരു ഓണാഘോഷം നടന്നിരുന്നു. ആ ഓണാഘോഷത്തിലാണ് നിങ്ങളെ രണ്ടുപേരെ കാണുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഇതാരാ, എല്ലാവരും വളരെ ആദരവോടുകൂടി കൊണ്ടുപോവുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പറഞ്ഞു ഇതാണ് നമ്മുടെ ഗോപിയേട്ടൻ, മറ്റേത് നമ്മുടെ ഗീത ആന്റി. ഓ അത് ശരി. അപ്പം ഞാൻ നോക്കിയപ്പം എല്ലാ പ്രോഗ്രാമിനും മുമ്പിൽ 2 പേരും ഉണ്ട്. അപ്പോൾ ഒന്ന് പരിചയപ്പെടണമല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ആ ഓണാഘോഷം മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്തു, യൂട്യൂബിലിട്ടു എല്ലാവർക്കും വേണ്ടിയിട്ട്. കാരണം അവിടെ വന്നവർക്ക് വേണ്ടിയിട്ടെല്ലാം ഇട്ടു. ആ വഴിക്ക് അങ്ങ് പോയി. പിന്നെ കഴിഞ്ഞിട്ട് പിന്നീട് വന്നെങ്കിലും നിങ്ങളെ രണ്ടുപേരും കാണാനോ ഇതുപോലെ ഒരു ചാൻസ് കിട്ടിയില്ല. അങ്ങനെയാണ് ഇത്തവണ ഞാൻ അവിടെ നമ്മുടെ കൊച്ചുമോന്റെ ബർത്ത്ഡേക്ക് വന്നപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും പിടികിട്ടിയത്. തീർച്ചയായിട്ടും. അപ്പം ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇന്ന് ഏതായാലും കുറച്ചൊരു സമയം കിട്ടിയപ്പം, സാറിന് സമയം കിട്ടിയപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നിട്ട് നിങ്ങളെ പഴയ ചരിത്രം, പിന്നെ എല്ലാവരും പറയുന്നു ഇവിടുത്തെ ഏറ്റവും പഴയ ആളാണ് ഗോപിയേട്ടൻ, ഗീത ആന്റി. അതിനെപ്പറ്റി എനിക്കറിയില്ല, അത് നിങ്ങൾ തന്നെ പറയണം. നിങ്ങളായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ മലയാളി എന്ന്, അതോ ഇതിനു മുമ്പ് ആരെങ്കിലും വന്നിരുന്നോ? ഇതിന് മുമ്പ് ഗോപി ഞാൻ വന്നിട്ട് പിന്നെ വന്നതാ. എനിക്ക് മുമ്പല്ല, കഴിഞ്ഞിട്ടാ വന്നത്. അവര് വന്നത് വന്ന സമയത്ത് വേറെ ഞാൻ അറിഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞ മലയാളി ആരും ഇല്ല. അല്ലേ ഗീതയ്ക്ക് അറിയാം. ഞാൻ പിന്നെയല്ലേ വന്നേ. ഞാൻ 71 ഞാൻ 4 സെപ്റ്റംബർ 1968. അന്ന് ഒരു ചെറിയ ഒരു കൊച്ചു ഹാളുണ്ടാ, കൊച്ചു കൊച്ചു എയർപോർട്ടാണ്. പഴയ തിരുവനന്തപുരം എയർപോർട്ട് പോലെയൊക്കെ ഉള്ള ഒരു ചെറിയ ഒരു, നമ്മളൊന്ന് ഇറങ്ങി പുറത്ത് വന്നു കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്നവരെല്ലാം നമുക്ക് കാണാം. അത് കഴിഞ്ഞാൽ ഇമിഗ്രേഷനും നമ്മുടെ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളെ ആര് വിളിച്ചുകൊണ്ട് പോകാൻ വന്ന് അവിടെ കാത്തു നിൽക്കുന്നോ അവരപ്പം തന്നെ കാണാം. എവിടെ പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് അതല്ലല്ലോ. ഇന്നത്തെ സ്കൂളില് ടെർമിനൽ 1, ടെർമിനൽ 2, ടെർമിനൽ 3, ഇപ്പൊ 4ാമത്തെയും കൂടെ വന്നില്ലേ. അന്ന് അതൊന്നുമില്ല. വളരെ കൊച്ച് ഈ നമ്മൾ ഇറങ്ങി പുറത്ത് വരുന്ന അവിടെ തന്നെ കാറും പാർക്ക് ചെയ്യാം. അവർക്ക് ദൂരെ പോയി കാറ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാർ അവിടെ തന്നെ പാർക്ക് ചെയ്യാം. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കാറിൽ കയറി ഇങ്ങോട്ട് വരാം. അങ്ങനെയുള്ള വളരെ ഒരു കൊച്ച് ആളുണ്ടായിരുന്നു. ഗീതാന്റി വന്നിട്ട് ഞാൻ 71 ജാനുവരി 13 വന്നു. അത് വന്നത് ഇതുപോലെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് തനിയെ ട്രാവൽ ചെയ്യാണ്. അപ്പൊ അച്ഛനും അമ്മയൊക്കെ ബോംബെ വരെ വന്ന് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഡയറക്റ്റ് ലണ്ടനിൽ പോണ ഫ്ലൈറ്റ്. പക്ഷെ വിത്ത് സ്റ്റോപ്പ് ഓവേഴ്സ് ലാൻഡിങ് ഇതല്ലേ, ടെഹ്റാൻ, സ്യൂറിക്, ആംസ്റ്റർഡാം, ലണ്ടൻ, അങ്ങനത്തെ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആണ്. ആ ടിക്കറ്റ് ഇപ്പോഴും എൻ്റെ എവിടെ ഇരിപ്പുണ്ട്. കേരള ട്രാവൽസ് ആണ് എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പോയത്. പക്ഷെ ഇവിടെ നിന്നാണല്ലോ വിസ വരണമല്ലോ, അതിവിടെ നിന്ന് വന്ന. എന്നിട്ട് രാവിലെ തന്നെ പേടിച്ചൊക്കെയാണ്. ബിക്കോസ് ഞാൻ കോളേജിൽ പോകുമ്പോൾ കൂടും എൻ്റെ കൂടെ വീട്ടിലെ പണിക്കാരി വന്നിരുന്നു. അങ്ങനെയായിരുന്നു, വളരെ പാമ്പേർഡ് ആയിട്ട്. ബിക്കോസ് ഞാൻ ക്രോസ് ചെയ്ത് വിമൻസ് കോളേജിൽ പോകണമെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിൽ കൂടെ പോകണം. അപ്പൊ അവിടെയൊക്കെ ആമ്പിള്ളേരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സോ ഒരു പ്രൊട്ടക്ഷൻ അങ്ങനെയായിരുന്നു. എനിവേ അപ്പോൾ ഫ്ലൈറ്റിൽ വന്നപ്പം സ്യൂറിക്കിലെത്തിയപ്പോൾ പറഞ്ഞു ആംസ്റ്റർഡാം ഇസ് ഫോഗ് ബൗണ്ട്, ദേഴ്സ് എ ഡിലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് അതേ പേടി, ഇനിയിപ്പോൾ ഡിലേ, ഇനിയിപ്പോൾ അവിടെ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ഫ്ലൈറ്റ് പോവില്ല, അവിടെ തന്നെ കിടക്കും, ഞാൻ എന്ത് ചെയ്യും
എന്നൊക്കെ. പിന്നെ ബാക്കി വേറെ ആൾക്കാരുണ്ടല്ലോ, പക്ഷെ ഒക്കെ ഫോറിനേഴ്സാണ് കൂടെ ട്രാവൽ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ഇറങ്ങി. അപ്പോൾ അതാ ആന്റി മാത്രമേ ഉള്ളായിരുന്നോ ഒരു ഇന്ത്യൻ ആയിട്ടാണ് ആ ടൈമിൽ? എനിക്ക് ഓർമ്മയില്ല, ബിക്കോസ് വേറെ എനിക്കാരെയും പേടിച്ച ഒന്നും നെവർ വെഞ്ചേർഡ്. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ അവിടെ ഒരാള് നിൽക്കുന്നുണ്ട്, കാത്തിക്കുന്നുണ്ട്. ബാക്കി പറയോ, കാത്തു നിന്ന കഥ പറയൂ. എനിക്കറിയില്ല. അവ മൂപ്പരുടെ പ്രൊഫസറിന്റെ ഭാര്യ പറഞ്ഞു, ഞാന് വന്ന് വിളിച്ചോണ്ടിരാൻ നമുക്ക് എയർപോർട്ടിൽ നിന്ന് കമ്പനി. പക്ഷെ യൂണിവേഴ്സിറ്റി ഫ്ലാറ്റിലാണ് അന്ന്. ടെലിഫോണൊന്നുമില്ല. ഒന്നുമില്ല അവിടെ. ടെലിഫോണില്ല. അപ്പോ ഈ ഫോഗ് ബൗണ്ട് ആയിട്ട് അതുകൊണ്ട് ഭയങ്കര ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് റോഡ് ബ്ലോക്ക് ഒക്കെയാണ്, ഭയങ്കര മിസ്റ്റ് കാരണം. അപ്പൊ അവര് ഷീ ഈസ് നോട്ട് ട്രാവലിംഗ്. അപ്പൊ അവര് ഡിസൈഡ് വരണില്ല, സിമ്പിൾ. പക്ഷെ അറിയിക്കാൻ നിവർത്തിയില്ല, ടു കോണ്ടാക്ട്. അപ്പൊ പിന്നെ ഞാൻ തന്നെ അന്ന് ബസ്സുണ്ട്, ലൈഡനിന്നൊരു ബസ്സുണ്ട്, അല്ല ട്രെയിനില്ല. ഈ ട്രെയിൻ സൈക്കിളാണ്. അപ്പൊ അവിടെ വന്ന് വിളിച്ചു അതിൻ്റെ അടുത്ത് ഇറങ്ങി ബസ്സിൽ നല്ല സുഖം. അവിടെ ഇറങ്ങിയ ലൈഡൻ സ്റ്റേഷൻ്റെ നേരെ പുറകിലാണ് ഈ ഫ്ലാറ്റ്. ഇത്ര ദൂരം കാണുന്നില്ല. സൈക്കിളാണ്, പെട്ടി നമുക്ക് ഇതിൽ വെച്ചിട്ട് പോവാം. ശരി, നമുക്കെല്ലാം പുതിയ എക്സ്പീരിയൻസ് ആണ്. വന്നപ്പോൾ പറഞ്ഞത് വേറെ ഒരു ഇന്ത്യൻ ഫാമിലി ഉണ്ട്, അവര് ആന്ധ്രക്കാര്. അവർ ഉണ്ണാൻ വിളിച്ചിട്ടുണ്ട്. അയ്യോ, ഞാൻ പറഞ്ഞു നമ്മൾ 4 മണിക്ക് അവിടെ നിന്നിട്ട് ഐ ആം ടയേർഡ് എന്ന് പറഞ്ഞു. അപ്പം ലിറ്റ് ഫോൺ ലുക്ക് നൈസ്. അവർ പോരാത്തതിന് അവർക്ക് ഫോണുണ്ട്. അപ്പോൾ വീട്ടിൽ കമ്പി അടിക്കണം. അപ്പം അച്ഛൻ പറഞ്ഞു, നിന്റെ മെസ്സേജ് വന്നിട്ട് ഞങ്ങൾ തിരിച്ച് മടങ്ങി പോവുള്ളൂ, സോ ലെറ്റേഴ്സ്. അപ്പോൾ വി ഹാഡ് ടു. അവിടെ ചെന്ന് പിന്നെ അവരെടുത്ത് പറഞ്ഞ് അവർ കമ്പിയൊക്കെ അടിച്ച് അതാണ് ഫസ്റ്റ് ഡേ ഇൻ ഹോളണ്ട്. പിന്നെ ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് വെനസ്ഡേ, തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് ഫ്രൈഡേ പറഞ്ഞ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം. അയ്യോ, അതെന്തിനാ? അത് പിന്നെ ഫോറിൻ രജിസ്ട്രേഷൻ. അപ്പോ അല്ല, ഓക്കെ, വെനസ്ഡേ എത്തി. തേഴ്സ്ഡേ വീട്ടിന്റെ ഉള്ളിൽ കോട്ടും ഒക്കെ ഇട്ടാണ്. അത്ര തണുപ്പ്. ജനുവരി സമയത്താണ്. എന്നിട്ട് പിന്നെ പോയിട്ട് പോലീസിൽ രജിസ്റ്റർ ചെയ്ത് അങ്ങനെയാണ്. പിന്നെ പതുക്കെ ഇങ്ങനെ പിടിച്ച് വരണമല്ലോ. നമുക്ക് ഭാഷ അറിയില്ല, വെതർ ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, ഫാമിലിന്ന് എന്നും കരച്ചിലാണ്, അയ്യോ എന്ന് പറഞ്ഞിട്ട്. ബട്ട് യു ജസ്റ്റ് ഗെറ്റ് ഓവർ ഇറ്റ്. അങ്ങനെയാണ്. പിന്നെയാണ് ഇവരെയൊക്കെ അതിന് മുമ്പ് മൃദുലയൊക്കെ അറിയില്ലേ? മൃദുല എനിക്കറിയായിരുന്നു. അപ്പൊ ഈ വേറൊരു മേനോൻ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഞാൻ അവിടുന്ന് വരുന്നതിന് മുമ്പേ അന്ന് ലോ അക്കാഡമിയിൽ ഒരു ഗോവിന്ദ മേനോൻ ഉണ്ടായിരുന്നു. അറിയുമോ? എനിക്കെല്ലാം കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പം മൂപ്പരുടെ ഭാര്യയുടെ ചേച്ചിയുടെ 2 മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. 2 ഡോക്ടേഴ്സാണ്. അപ്പം അവരുടെ ഒരാളുടെ അഡ്രസ്സും ടെലിഫോൺ നമ്പറും എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതപ്പോൾ ഇതും ഈ അറിയണവരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർ വിളിച്ചപ്പോഴാണ് പിന്നെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞപ്പോഴാണ് ബാക്ക് ഫാമിലി ഒരു ഇത് ഉണ്ടെന്ന് മനസ്സിലായത്. പിന്നെ ബാക്കി പറയൂ. ഇതൊക്കെയാണ് എന്താ പറയുന്നത്. അപ്പോ ഞാൻ ഇത് ഇവിടെ ഈ ഹോളണ്ടിൽ വരാനുള്ള ചാൻസ് കാരണം എന്താണ് ഗോപി സാർ? എനിക്ക് ഞാൻ PhD ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതെവിടായിരുന്നു? അവിടെ ട്രിവാൻഡ്രം കേരള. ഗോപിയുടെ സ്വന്തം സ്ഥലം? എന്റെ പാലക്കാട്. ജനിച്ച പാലക്കാട്. പക്ഷേ അധികം താമസിച്ചിട്ടൊന്നുമില്ല. പഠിത്തം അച്ഛൻ റെയിൽവേയിലായിരുന്നു, ട്രിച്ചി ഗോൾഡൻ ഡ്രാഫ്റ്റ്. അപ്പൊ അവിടെ ആയതുകൊണ്ട് ഞാൻ തമിഴ്നാടാണ്. അപ്പോൾ എല്ലാം തമിഴായിരുന്നു. അവിടുത്തെ സ്കൂളിലപ്പോൾ പോയതെല്ലാം. അപ്പോൾ പഠിച്ചത് മുഴുവനും തമിഴാണ്. വീട്ടിലെ മലയാളം, പുറത്ത് തമിഴും. അച്ഛന് ന്യൂസ് പേപ്പറൊക്കെ വായിക്കാൻ ഞാനാ വായിച്ചു കൊടുക്കുക, തമിഴ് ന്യൂസ് പേപ്പർ. തമിഴാ എല്ലാം. സ്കൂളിൽ മുഴുവനും തമിഴാണ്. പക്ഷെ അച്ഛൻ എനിക്കൊരു 14 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും, അമ്മയും 2 അനിയന്മാരുണ്ട്, ഞങ്ങൾ 4 ആളും അങ്ങ് തിരിച്ച് പാലക്കാട്ടേക്ക് വന്നു. പാലക്കാട് വന്നപ്പോൾ തറവാടാണ് പിന്നെ
ഞങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തന്നു. എല്ലാവരും കൂടി വലിയൊരു തറവാടാണ്. ഇപ്പോൾ കുറേ കുട്ടികളും വലിയമ്മ ചെറിയമ്മ അവരുടെ, അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളും അങ്ങ് അവിടെ കൂടെ ചേർന്നു. അപ്പോൾ അത് തറവാട് ഉണ്ടായിരുന്നുകൊണ്ട് വേറെ എവിടെയും പോണ്ടി വന്നില്ല. ഇല്ലെങ്കിൽ ട്രിച്ചിയിൽ നിന്നൊക്കെ നമുക്ക് സഹായിക്കാൻ വേറെ ആരുമില്ല. അച്ഛനല്ലേ ഇൻകം അതൊക്കെ വരുന്നത്. അത് നിന്ന് പോയാൽ പിന്നെ ആരും ഇല്ലല്ലോ. അത് അന്ന് പറഞ്ഞു വേറെ ആൾക്കാർ ഞങ്ങൾ നോക്കാം, ഇവിടെ തന്നെ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ അമ്മ ഞങ്ങളെല്ലാവരും വിളിച്ചുകൊണ്ട് അങ്ങ് പാലക്കാട്ട് വന്നു. പാലക്കാട്ട് വന്നപ്പോൾ പാലക്കാട് ഒരു മലയാളം സ്കൂളാണ്, മലയാളം മീഡിയമാണ് എല്ലാം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു ക്ലാസ് മാത്രം തമിഴുണ്ട്. ഇപ്പോൾ 7th ഫോം എന്ന് പറഞ്ഞാൽ 4-5 ഡിവിഷൻസ് അതിലെ മലയാളം, ഒന്ന് മാത്രം തമിഴ്. അധികം കുട്ടികളൊന്നുമില്ല, പക്ഷെ എന്നാലും അവിടെ ഒരു തമിഴ് മീഡിയം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവം സഹായിച്ചു, അങ്ങ് വേറെ എവിടെയും പോകേണ്ടി വന്നില്ല. അച്ഛൻ മരിച്ചുകൊണ്ട് പിന്നെ വേറെ എവിടെയും പോകാനും വഴിയൊന്നുമില്ല. അപ്പോൾ അവിടെ തന്നെ തമിഴ് തന്നെ ഹൈസ്കൂൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വിക്ടോറിയ കോളേജിലെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ എൻ്റെ അമ്മാമ്മൻ, ഒരു 3 അമ്മാവന്മാരാണ്. അതിലേറ്റവും ഇളയ ഒരു അമ്മാവനാണ്. അമ്മാവൻ്റെ ഒരു ബ്രദറില്ല ബോംബെയിൽ സാൻഡോസ് എന്ന് പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, അതിലാണ് ജോലി. അപ്പോൾ എൻ്റെ അമ്മാവൻ പറഞ്ഞു, നീ പോയി കെമിസ്ട്രി എടുത്ത് പഠിക്കും. അത് പഠിച്ചാൽ നിന്റെ കെമിസ്ട്രി കഴിഞ്ഞാൽ അവൻ്റെ തിലകൻ എന്നാ പേര്, തിലകൻ്റെ കമ്പനിയിൽ നിനക്കും പോയി ഫാർമസ്യൂട്ടിക്കൽ അവിടെ കെമിസ്ട്രി വേണം, അപ്പോൾ പോയി അവിടെ ജോയിൻ ചെയ്യാം പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവൻ പറഞ്ഞുകൊണ്ട് ഞാൻ പോയി കെമിസ്ട്രി എടുത്ത് പഠിച്ചു. കെമിസ്ട്രി പഠിച്ചു. കെമിസ്ട്രി ഫിസിക്സും അങ്ങനെയായിരുന്നു, 2ആയിരുന്നു മെയിനും സബും. പിന്നെ അതിൻ്റെ ഒപ്പം സെക്കൻഡ് ലാംഗ്വേജ് എനിക്ക് തമിഴായിരുന്നു. വിക്ടോറിയ കോളേജിൽ എപ്പോഴും ഒരു തമിഴ്, കോയമ്പത്തൂരിൻ്റെയും അടുത്താണ്. പിന്നെ ബോർഡറെല്ലാം കുറേ തമിഴരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി, മൈനോറിറ്റിക്ക് വേണ്ടി അവിടെ ഒരു തമിഴ് മീഡിയം ഉണ്ടായിരുന്നു, തമിഴ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലാംഗ്വേജ് തമിഴായിരുന്നു. അപ്പോൾ തമിഴാണെങ്കിലും ഇപ്പോൾ ഗൂഗിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ തമിഴിലെ മാർക്ക് കിട്ടുന്നതും മലയാളിക്ക് എനിക്ക് ഏറ്റവും അധികം മാർക്ക് കിട്ടാം. എല്ലാത്തിനും പോവും, എലക്യൂഷൻ തമിഴ് അതിന് പോവും, തമിഴ് ഡ്രാമയിൽ പോവും, എല്ലാം മുഴുവനും തമിഴായിരുന്നു. അങ്ങനെ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ കെമിസ്ട്രിയിൽ നല്ല മാർക്ക് കിട്ടി, തമിഴിലും കിട്ടി. അപ്പോൾ കെമിസ്ട്രി മാർക്ക് കിട്ടിയപ്പോൾ ഞാൻ പോയി എൻ്റെ പ്രൊഫസറെ നന്ദി പറയാൻ വേണ്ടി പോയതാണ്. നന്ദി ഒരു അപ്പുമാഷ് വയസ്സായി, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. എപ്പോഴും സ്റ്റുഡൻസിനെ എല്ലാം സ്വന്തം മക്കളെയൊക്കെ പോലെ വളരെ നല്ല ഒരു മനുഷ്യൻ, നല്ലോണം പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പുമാഷെ പോയി കാണാൻ ഒരു മടിയുമില്ല. പിന്നെ ഞങ്ങളുടെ ഈ കോളേജിൻ്റെ അതിനൊക്കെ ഡ്രാമയൊക്കെ ഉണ്ടാവും, മലയാളം തമിഴ്, ഞങ്ങളെല്ലാം തമിഴിലും. അപ്പോൾ ഇതിൻ്റെ എല്ലാം അപ്പുമാഷാണ് വന്ന് ഡയറക്റ്റ് ചെയ്യുന്നത്. ചില അപ്പുമാഷക്ക് വേറെ കുടുംബമില്ല, ഒന്നുമില്ല. വൈകുന്നേരം എല്ലാം നമ്മുടെ കൂടെ ഇരിക്കും, ചായ വട ഇതെല്ലാം വാങ്ങിച്ചു തരും. നല്ല ഒരു ഡ്രാമയുടെ കാര്യമൊക്കെ അറിയാം. നല്ല ഒരു ഡയറക്ടർ പോലെ കൂടിയിരുന്ന് നമുക്ക് തന്നോട് പഠിപ്പിക്കുകയും ചെയ്യും. ഈ കാര്യത്തിനെല്ലാം അപ്പുമാഷ് കൂടിയിരുന്ന. അപ്പോൾ അപ്പുമാഷ് പറഞ്ഞു, അപ്പുമാഷ് കിട്ടി, നല്ല മാർക്കൊക്കെ ഉണ്ട്, ക്ലാസ്സൊക്കെ ഉണ്ട്, എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ MSc കെമിസ്ട്രിക്ക് പോകണം എന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കേരളം മുഴുവൻ എല്ലാം കൂടി 15 സീറ്റേ ഉള്ളൂ. കേരളം മുഴുവൻ എല്ലാറ്റും കൂടി 15 സീറ്റ് MSc കെമിസ്ട്രി എല്ലാം കൂടി. എനിക്ക് അന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ട്. അപ്പോൾ കെമിസ്ട്രി പഠിക്കണമെങ്കിൽ എനിക്ക് പാലക്കാട് നിന്ന് തിരുവനന്തപുരം വരണം. അപ്പോൾ 15 സീറ്റേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയില്ല 15. ഞാൻ അപ്ലൈ ചെയ്തില്ല. അമ്മാവൻ തന്നെ പറഞ്ഞു, നമുക്കത് കിട്ടുമൊന്നുമില്ല, 15 ഉള്ളൂ, ഇതെല്ലാത്തിനും കൂടി കിട്ടില്ല. അപ്പോൾ പിന്നെ അപ്പുമാഷത്ത് ഇതെല്ലാം പറഞ്ഞ് നന്ദി പറഞ്ഞ് പുറത്ത് ഇറങ്ങി അങ്ങോട്ട് വന്ന ഉടനെ എൻ്റെ തമിഴ് പ്രൊഫസർ അവിടെ ഉണ്ടായിരുന്നു വഴിക്ക്. അപ്പോൾ തമിഴ് പ്രൊഫസർക്ക് നന്ദി പറഞ്ഞു. നമുക്ക് ക്ലാസ്സൊക്കെ കിട്ടിയതല്ലേ,
പഠിപ്പിച്ച ആശാനല്ലേ. അപ്പോൾ തമിഴ് പറഞ്ഞു, നന്ദിയൊക്കെ പറഞ്ഞപ്പോൾ തമിഴ് പ്രൊഫസർ പറഞ്ഞു, കേരള യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് ഒരു തമിഴ് ഡിപ്പാർട്ട്മെൻറ്റ് തുറന്നിട്ടുണ്ട്. അവിടെ ആദ്യമായിട്ട് ഒരു തമിഴ് MA ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇക്കൊല്ലം തുടങ്ങുന്നുണ്ട്. ഫസ്റ്റ് ബാച്ചാണ്. അപ്പോൾ നീ പോയി ജോയിൻ ചെയ്യും. രണ്ട് കൊല്ലത്തെ ഇത് കോഴ്സാണ്. അത് കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ തന്നെ വിക്ടോറിയയിൽ തന്നെ, അപ്പോഴേക്കും ഞാൻ റിട്ടയറാണ്, നിനക്ക് ഇവിടെ തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ ജോലി ആയല്ലോ. അപ്പം നീ പോയി തമിഴ് പഠിക്കുകയെന്ന് പറഞ്ഞു. ഇവിടെ ജോലി ചെയ്യാം, വീട് ഇവിടുന്ന് ഒരു ഫസ്റ്റ് ബെല്ല് അടിച്ചിട്ടേ ഞാൻ പോകുള്ളൂ, അത്ര അടുത്താണ്. അപ്പോൾ എൻ്റെ തമിഴ് പ്രൊഫസർ പറഞ്ഞു, രത്നം നിനക്ക് കൃഷിയും ചെയ്യാം, അവിടെ പോയി പഠിപ്പിക്കുകയും ചെയ്യാം, ഇത് രണ്ടും തന്നെ നടക്കും. അപ്പോൾ നീ പോയി തമിഴ് പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. തിരുവനന്തപുരത്താണ്. ഇപ്പോൾ പാലക്കാട്ടിൽ ഞാൻ വീട് വിട്ട് പോയിട്ടില്ല, അച്ഛനില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, എന്തിനാ നീ ഇതിനൊക്കെ അങ്ങോട്ട് പോകുന്ന, BSc ഒക്കെ കഴിഞ്ഞല്ലോ, ഇനി നീ വല്ല ജോലി ചെയ്യേ, ഇതിനൊന്നും ജോലി ചെയ്യേ. ഞാനാ മൂത്തത്. അപ്പോൾ അമ്മ അപ്പം തന്നെ എൻ്റെ അടുത്ത് ജോലിക്ക് പോകും. ഞാൻ കുറേ അപ്ലൈ ചെയ്തു. പക്ഷേ അതേ സമയത്ത് ഞാൻ MAക്കും ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തു. അപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ആ പ്രൊഫസറുണ്ട്, ഒരു തമിഴെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പോയി PhD ഒക്കെ എടുത്തുകൊണ്ട് വന്ന ഒരു 10-28 വയസ്സായ പ്രൊഫസറാണ്. ചെറുപ്പം, വളരെ ചെറുപ്പം. വളരെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഒരു ഫെലോഷിപ്പൊക്കെ കിട്ടി. അവിടെ പോയി 2 കൊല്ലം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് PhD ഒക്കെ എടുത്ത് തിരിച്ചു വന്ന പ്രൊഫസർ, ലിംഗ്വിസ്റ്റിക്സ് പ്രൊഫസറാണ്. പുള്ളി തമിഴും MA ഉണ്ട്, അതുകൊണ്ട് ലിംഗ്വിസ്റ്റിക്സും ഉണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. പുള്ളി മലയാളിയുടെയാണ്, തമിഴ് പഠിക്കാനൊക്കെ വരുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വലിയ ഒരു ഇൻട്രസ്റ്റ്, എന്നെ എങ്ങനെയെങ്കിലും ഇത് തന്നെ ചേർക്കണം എന്നുള്ളത്. ഞാൻ പറഞ്ഞു, എനിക്ക് വല്ല സ്കോളർഷിപ്പോ ഫെലോഷിപ്പോ കിട്ടിയാലേ എനിക്ക് MA പഠിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എൻ്റെ അമ്മയുടെ കാശൊന്നുമില്ല. ഇപ്പം ഞാൻ മൂത്തതാണ്, അല്ലെങ്കിൽ എനിക്ക് വല്ല ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. പ്രൊഫസർ പറഞ്ഞു, ഒന്നുമില്ല, നീ MAക്ക് നീ ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞ് പ്രൊഫസർ എന്നെ MAക്ക് അഡ്മിറ്റ് ചെയ്ത് പിന്നെ ആ പ്രൊഫസറാണ് എൻ്റെ ജീവിതം അല്ലേ മുഴുവനും അങ്ങ് മാറ്റി മറിച്ചത്. അപ്പോൾ എന്നെ സഹായിച്ചു, MAക്ക് ഞാൻ പഠിക്കുമ്പോൾ എന്നെ സഹായിച്ചു. അത് MAക്കും നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. മാർക്ക് അത് ആ MA കഴിഞ്ഞ ഉടനെ പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു, ഇനി നിനക്ക് വേറെ ഒന്നും വേണ്ട, നീ വല്ലവിടെയൊക്കെ നീ ജോലിക്ക് നീ അപ്ലൈ ചെയ്യുക, നിനക്ക് ജോലിയൊക്കെ കിട്ടും. അതുപോലെ ഞാൻ പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ഈ പ്രൊഫസർ കാത്തുകൊണ്ടിരിക്കുക, തമിഴ് MA കഴിഞ്ഞിട്ട് പിന്നെ BSc വെച്ചുകൊണ്ട് ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിന് അപ്ലൈ ചെയ്തു. ഒരു ഇൻ്റർവ്യൂ നടന്നു. നമ്മുടെ തൃശ്ശൂർ സ്റ്റേഷനിൽ വന്നുകൊണ്ട് അവരുടെ ഒരു ആൾ വന്ന് എന്നെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു. അന്നാണ് ആദ്യമായിട്ട് ഞാൻ ടൈ ഒക്കെ കെട്ടുന്നത്. ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് എപ്പോഴും ടൈ ഒക്കെ വേണമല്ലോ. അപ്പോൾ ആ പുള്ളിയെ കാണുമ്പോൾ മാത്രം ഒരു ടൈ കെട്ടി ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ അതെ ഒരു നല്ല ഉള്ളതിൽ വെച്ച് നല്ല ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് വന്നു. അതിനു മുമ്പേ നമ്മളെപ്പോഴും ഉണ്ടാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ പുള്ളി എന്നെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പുള്ളി ചോദിക്കുന്നത് മെഡിക്കൽ ഇതിനെയൊക്കെ കാട്ടിലും നമ്മൾ വല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വല്ല സ്റ്റുഡൻറ് നേതാവാണോ, അങ്ങനെ അതോ വല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധമുണ്ടോ, ഇതിനു വേണ്ടി പുള്ളി ഇൻഡയറക്റ്റായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് ഓരോ ന്യൂസ് പേപ്പറിൻ്റെ കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ് വേറെ വല്ല മാഗസിൻ്റെ കാര്യം, ഇതൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചതല്ല. ഞാൻ പറഞ്ഞു, ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരു രാഷ്ട്രീയമില്ല. മറ്റുള്ളവരെല്ലാം ഓരോരോ സ്ലോഗന് പിടിച്ചുകൊണ്ട് വരും. ഞാൻ ക്ലാസ്സിൽ നിന്ന് എണീക്കില്ല, അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ നമ്മുടെ പഴയ സമയത്തൊക്കെ ഞങ്ങളൊരു 3-4 കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോവില്ല. മറ്റുള്ള എല്ലാവരും വന്ന് ചീറ്റി വളഞ്ഞ് നിന്ന്
ആ ലെക്ചറിന് ക്ലാസ് എടുക്കാൻ സമ്മതിക്കില്ല. പക്ഷെ ഞങ്ങൾ അവിടെ ഇരിക്കും. അവസാനം ഇവരെല്ലാം വന്ന് എല്ലാവരെയും ഉള്ളിൽ കിടന്ന് എല്ലാവരും പുറത്താകും. അപ്പോൾ അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു പാർട്ടിയായിട്ടും ഞാൻ രാഷ്ട്രീയമായിട്ടും ഒന്നുമില്ല. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ആ കമ്മ്യൂണിസ്റ്റ് ന്യൂസ് പേപ്പറിനെ കുറിച്ച്, കമ്മ്യൂണിസ്റ്റ് മാഗസീനിനെ കുറിച്ച്, ഇതെല്ലാം. ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്കറിയില്ല. പിന്നെ അവസാനം അയാൾ എനിക്ക് ആ ജോലി തന്നതുമില്ല. അതെ അതെ അതെ. പിന്നെ ഞാൻ വേറെ എന്താ ചെയ്ത്, ആ സമയത്ത് ഈ നമ്മുടെ റെയിൽവേ അച്ഛൻ റെയിൽവേയിലായിരുന്നു. അപ്പൊ അതിൽ അപ്പർ ഡിവിഷൻ ക്ലാർക്കിന്റെ വേക്കൻസി. അപ്പോൾ അപ്പർ ഡിവിഷൻ അമ്മ പറഞ്ഞു നീ അപ്ലൈ ചെയ്യേ എന്ന്. അത് കഴിഞ്ഞു, പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, പരീക്ഷയിലൊക്കെ പാസ്സായി. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ പോത്തുന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അത് ഒരു മാനേജർ ഒന്ന് വന്ന് ഇന്റർവ്യൂ ഒക്കെ നടത്തി തമിഴിലെ സിലപ്പതികാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എപ്പിക് ഉണ്ട്. അതിൽ നിന്നൊക്കെ ചിലതൊക്കെ എൻ്റെ അടുത്ത് അതൊക്കെ അറിയോ എന്ന് ചോദിച്ചു. കാര്യം എന്നുവെച്ചാൽ ഞാൻ തമിഴ് എം എ അല്ലേ, തമിഴ് എം എ. അതോ ഇവൻ കള്ളം പറയണോ ഒന്നും പഠിക്കാത്തവനായിരിക്കും. അപ്പൊ നമ്മൾ ഫ്രഷ് അല്ലേ, ഫ്രഷ് ആയിട്ട് പഠിച്ചതിൻ്റെ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ് നമ്മുടെ മണ്ടിയിൽ അത് ഇങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കുക. ഞാൻ അങ്ങ് അടിച്ചു വിട്ടു കുറെ ചിലപ്പതികാരത്തിന് വലിയ ചാപ്റ്ററാണ്. ചോഴ, നമ്മുടെ പാണ്ഡ്യ ചോഴ ചേര ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് ഇതെല്ലാം അങ്ങ് ഒരു വിഷമമില്ലാതെ പുള്ളിയുടെ മുമ്പ് തന്നെ ഞാൻ വെച്ച് പാടി തമിഴിലൊക്കെ പാടിയൊക്കെ വിട്ടു. പരീക്ഷയിലൊക്കെ പാസ്സായി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. പിന്നെ കുറെ കഴിഞ്ഞ് നമുക്ക് അപ്പോയിൻമെന്റ് ഓർഡർ വന്നു. ഒലവക്കോട് ഡിവിഷൻ ഓഫീസിലാണ്, ഇത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പോഴേക്കും ഞാൻ ഈ പ്രൊഫസർ എന്നെ PhD രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ PhD രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റെയിൽവേയിലെ അപ്പർ ഡിവിഷൻ ക്ലാർക്കായിട്ട് ജോലിയുമായി. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഞാൻ പോയപ്പോൾ, ഈ റെയിൽവേ ബോർഡ് എക്സാം പരീക്ഷയ്ക്ക് പോയപ്പോൾ എൻ്റെ കൂടെ ഈ ഒലവക്കോട്ടുള്ള വേറെ റെയിൽവേ അവർ പയ്യന്മാരും വന്നിട്ടുണ്ടായിരുന്നു. അവർ ലോവർ ഡിവിഷൻ ക്ലാർക്കാണ്. അവർ പരീക്ഷയ്ക്ക് വന്ന അപ്പർ ഡിവിഷൻ ക്ലാർക്കാവും. അവർ പറഞ്ഞു ഗോയിനൂട്ടി എന്തിനാ ഇതിനൊക്കെ വരുന്നത്, MA ഒക്കെ പാസ്സായിട്ടുണ്ട്, ഇത് ഞങ്ങൾക്ക് ഇത് ലോവർ ഡിവിഷനിൽ ഇത് പാസ്സായി ഞങ്ങൾക്ക് അപ്പർ ഡിവിഷൻ ഞങ്ങൾക്ക് കിട്ടുന്നല്ലേ, ഇതിലൊക്കെ ഒരു കോമ്പറ്റീഷൻ വേണമെന്നൊക്കെ അവര്. അപ്പോൾ ആദ്യത്തെ ഒരു അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടി. ഞാൻ മറുപടി ഒന്നും കൊടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ത്രെറ്റനിങ് ലെറ്റർ വന്നു. ശരിയാ, 3 ലെറ്റർ വരും. എനിക്കും കിട്ടിയത്, എനിക്ക് മൂന്നാമത്തെ ലെറ്റർ വന്ന് നിങ്ങളെ എടുത്തില്ല, നമ്മളെ എടുത്തിട്ട് വേണം അതെ അടുത്ത ആളിനെ അപ്പോയിന്റ് ചെയ്യാൻ. നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല എന്ന് അവർക്ക് കൺഫർമേഷൻ കിട്ടണം, അല്ലെങ്കിൽ അടുത്ത ആളിനെ അപ്പോയിന്റ്മെന്റ് കിട്ടില്ല. അന്നും ഉണ്ട് ഇതല്ലേ, അത് ഉണ്ടായിരുന്നു. അത് ഓൺ ദ ബിഹാഫ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. 3 വന്നു. അമ്മയ്ക്ക് സന്തോഷം. ഇവിടെ വീട്ടിൻ്റെ അടുത്ത് അവലോകോട് ഡിവിഷണൽ ഓഫീസാണ്, അതും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റില്. നീ കയറിയാൽ നീ ഇതുപോലെ കോമ്പറ്റീഷൻ പരീക്ഷയൊക്കെ വരും, നീ പാസ്സാവും, നീ ഇവിടെ തന്നെ ഡിവിഷണൽ ഓഫീസ് ജോലിയാവും. പക്ഷെ എൻ്റെ പ്രൊഫസർ വിട്ടില്ല. പ്രൊഫസർ നീ PhD രജിസ്റ്റർ ചെയ്തു. PhDക്ക് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി അവിടെ MA കഴിഞ്ഞത്, അവിടെ തന്നെ അതെ PhD ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നു. പിന്നെ പ്രൊഫസർ പറഞ്ഞു എൻ്റെ രജിസ്ട്രേഷനായി, പക്ഷെ സ്കോളർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞു. സ്കോളർഷിപ്പ് ഇല്ലാതെ നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്ത് പോയി. സ്കോളർഷിപ്പ് കിട്ടാതെ എനിക്ക് വരാൻ പറ്റില്ല. പ്രൊഫസർ ഇല്ല, നീ വന്ന് ജോയിൻ ചെയ്യേ, സ്കോളർഷിപ്പൊക്കെ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി ട്രിവാൻഡ്രത്ത് പോയി ജോയിൻ ചെയ്തു. റെയിൽവേയിലേക്ക് ഞാൻ ഒരു കത്തെഴുതി. ഞാൻ ഈ സർക്കംസ്റ്റൻസ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് PhDക്ക് ഞാൻ പോവാണ്, അതുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെ പോയി പറയും ചെയ്തു അവരുടെ അടുത്ത് വരാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അവസാനം ട്രിവാൻഡ്രത്തേക്ക് വന്നു.
PhD സ്കോളർഷിപ്പ് ആദ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. ആ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ, സ്കോളർഷിപ്പ് ഇല്ല. പിന്നെ പുതിയ സ്കോളർഷിപ്പ് റിലീസ് ചെയ്ത് വന്നു, സ്കോളർഷിപ്പ് കിട്ടി. കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ സ്കോളർഷിപ്പ് 150 രൂപ ഒരു മാസത്തേക്ക്. 150 രൂപ അന്ന് വലിയ കാര്യം. എനിക്ക് നമ്മുടെ പാളയത്ത് അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുണ്ട്. അതെ, ആ ഹോസ്റ്റലിൽ ഒരു മുറി, നല്ല ഒരു സെപ്പറേറ്റ് ആയിട്ട് അതിന് എനിക്ക് എല്ലാം കൂടെ മാസം 50 രൂപയെ വരുള്ളൂ. അവിടുത്തെ മെസ്സിൻ്റെയും ഇതെല്ലാം കൂടി. അതിൽ ഞാൻ എൻ്റെ 50, അമ്മയ്ക്ക് ഒരു 50 അയച്ചു കൊടുക്കും. അത് ഒരു മുടക്കമില്ലാതെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അത് പിന്നെ ഒരു 50 നമ്മുടെ കയ്യിൽ ബാക്കി വല്ലവരൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു 2 കൊല്ലം ആ സ്കോളർഷിപ്പ്. അതാകുമ്പോഴേക്ക് പിന്നെ UGC ഡൽഹിയിൽ നിന്ന് പുതിയ സ്കോളർഷിപ്പ് സ്കീം വന്നു. അത് നല്ല ഒരു സ്കോളർഷിപ്പാണ്. അത് 300 രൂപ മാസം. അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കണ്ടിൻജൻസി ഗ്രാൻഡ് എന്ന് പറഞ്ഞ് ഒരു 5000 രൂപയും കൂടെ വേറെ തരും. അത് നല്ല ഒരു അത് പ്രൊഫസർ പറഞ്ഞു നീ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അപ്ലൈ ചെയ്തു, കിട്ടി. അത് കിട്ടിയപ്പോൾ എനിക്കറിയില്ല, എനിക്കാണ് കേരളത്തിൽ ആദ്യമായിട്ട് ആ സ്കോളർഷിപ്പ്, ആ ഫെലോഷിപ്പ് കിട്ടുന്നത്. നമ്മൾ അറിയാതെ തന്നെ പേപ്പർ മാതൃഭൂമി, മനോരമ ഇതിലൊക്കെ പേരും വന്ന് ഞാൻ ഇതായിരിക്കും PhDക്ക് ചെയ്യാൻ പോകുന്നത് അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടെ മീഡിയയിലുണ്ട്. അതെ അതെ, നമ്മള് പറയാതെ തന്നെ ഇത് ഞാൻ 61 മുതൽ 64 പോയി ജോയിൻ ചെയ്ത് ഈ സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ എനിക്ക് 66 ഈ ആദ്യം കേരള യൂണിവേഴ്സിറ്റി 150 കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ UGC ഡൽഹിയിൽ നിന്ന് കിട്ടി, അത് 300. അത് കിട്ടിയപ്പോൾ പ്രൊഫസർ പറഞ്ഞു ഇപ്പം നമുക്ക് ഇവിടെ തന്നെ ഇനി PhD കഴിയുന്നത് വരെ ഇത് കിട്ടിക്കൊണ്ടിരിക്കാം, നമുക്ക് ഇവിടെ ഇരിക്കാം. അത് വന്നു. അത് കഴിഞ്ഞപ്പോൾ 67 കണ്ട ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു, ഒരു ലേഖനം എഴുതിയിരുന്നു. പ്രൊഫസർ ഈ ലേഖനം നീ പുറത്ത് ഹോളണ്ടിൽ ഒരു ജേർണൽ വരുന്നുണ്ട്, ആ ജേർണലിലേക്ക് നീ അയക്കുകയെന്ന് പറഞ്ഞു. ആ ജേർണലിലേക്ക് അയച്ച് ആ ജേർണലിൻ്റെ എഡിറ്റർ വളരെ സ്ട്രിക്റ്റ് നോക്കി ശരിയല്ലെങ്കിൽ ആളെയൊന്നും നോക്കില്ല, സാധനം ശരിയല്ലെങ്കിൽ അങ്ങ് തിരിച്ചയക്കും. കറക്ഷനും അതൊക്കെ എപ്പോഴും കയ്യിൽ ചുവന്ന മഷിയ. അത് കൊടുത്തപ്പോൾ ചില കറക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് പബ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഇവിടുത്തെ പ്രൊഫസർ, ഡച്ച് പ്രൊഫസറെ, വളരെ ഫേമസാണ്, വേൾഡ് ഫേമസ്, വലിയ ഒരാളാണ്. അപ്പോൾ എൻ്റെ പ്രൊഫസർക്ക് എഴുതി എനിക്ക് ഇവിടെ വന്ന് ഒരു കൊല്ലം പുള്ളിയുടെ കൂടെ ഈ തന്നെ റിസർച്ച് മെത്തഡോളജിയും അതും യൂറോപ്യൻ തിയറീസൊക്കെ ഉണ്ട്, അതിൽ വന്ന് ഗവേഷണം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് എൻ്റെ പ്രൊഫസർ ചോദിച്ചു. പ്രൊഫസർ എൻ്റെ അടുത്ത് ആ കത്തും വന്നിട്ട് ചോദിക്കുന്നു, എൻ്റെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യും, പുള്ളി ഇതും കൂടെ ചോദിക്കുന്നു, നീ എന്താ പറയുന്നത്? ഞാനല്ല പറയുന്നത്, പ്രൊഫസറാണ് പറയുന്നത്. പ്രൊഫസറോട് എന്നെ അവിടുന്ന് റിലീസ് ചെയ്യാനൊക്കെ. അപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ UGC ഫെലോഷിപ്പ് ഒരുമിച്ച് 3-4 കൊല്ലത്തേക്ക് തന്നിരിക്കാം. അപ്പോൾ അത് വിട്ടു പോണെങ്കിൽ ഡൽഹിയിൽ നിന്ന് നമുക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും കൂടെ വേണം. അതില്ലാതെ നമുക്ക് നാട് വിട്ട് ഇത് അവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. പ്രൊഫസർ പറഞ്ഞു നീ പോയി അവിടെ ഇരിക്കെ, ഇത് 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം, വന്ന് ഇത് PhD തീർക്കാം എന്ന് പറഞ്ഞ് പ്രൊഫസർ പറഞ്ഞു. അപ്പോൾ പ്രൊഫസർ പറയുന്ന സമയത്ത് പിന്നെ എൻ്റെ തീസിസ് തീർക്കാൻ പിന്നെ ഒരു വർഷം കൂടി വേണം. പ്രൊഫസർ പറഞ്ഞു ഇത് ഇരുന്നോട്ട് നീ പോയിട്ട് വാ, വന്നിട്ട് ഇത് നിനക്ക് തീർക്കാം എന്ന് പറഞ്ഞു. അത് പറഞ്ഞു. എന്നിട്ടാണ് ഇവിടുത്തെ പ്രൊഫസർ അവിടുന്ന് എനിക്ക് വരാനുള്ള വിസ, പിന്നെ ഇവിടുത്തെ ഉള്ള ഫെലോഷിപ്പ്, ഇതെല്ലാം പുള്ളിയെ ചെയ്ത്. ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടുമില്ല. പുള്ളിയാണ് എല്ലാം എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ നിന്ന്. അന്ന് ഇവിടുത്തെ പ്രൊഫസർ എന്ന് പറഞ്ഞാൽ
വലിയ ഒരു സംഭവം. നേരിട്ട് ഗവൺമെന്റ് അവര് ഡയറക്റ്റ് കോണ്ടാക്റ്റാണ്. മിനിസ്ട്രി ഇവിടെ ചോദിച്ചാൽ മതി, എനിക്ക് ഒരു റിസർച്ച് ഒരാൾ വരുന്നുണ്ട്, ഇത്ര അത് വേണം, ഫെലോഷിപ്പ് വേണം എന്ന് പറഞ്ഞാൽ മിനിസ്ട്രിയിൽ നിന്ന് അങ്ങ് അപ്പോൾ സാങ്ഷനായി കൊടുക്കുന്ന പരിപാടിയാണ്. അങ്ങനെയുള്ള ഒരു നല്ല ഒരു കമാൻഡ്, അതും നല്ലൊരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണെങ്കിൽ അത്രയും വലിയ പവറുണ്ട്. എന്നുവെച്ചാൽ അന്ന് കാശിന് ഇവിടെ ഒരു ദാരിദ്ര്യമില്ല. ഇവിടെ ഗ്യാസ് ക്രോണിങ്ങൻ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്ന ഗ്യാസും അതിന്ന് വരുന്ന പൈസ ഒരു പടി കണ്ടവാനം പൈസ കിട്ടി. അവർക്ക് അറിയില്ല ഇത് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോഴാണ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, ബ്രിഡ്ജ് ഇതെല്ലാം കെട്ടിയത്. എഡ്യൂക്കേഷനും കുറേ പൈസ ചെലവാക്കി. അപ്പോൾ അത് ഇവിടുത്തെ പ്രൊഫസർ എല്ലാം ചെയ്തു. വിസ എല്ലാം ഇവിടുത്തെ പ്രൊഫസറിനെ എല്ലാം ചെയ്തത്. പിന്നെ അവരുടെ എംബസിയിൽ നിന്ന് ഒരു ഫോം വന്നു, ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ വിസ കിട്ടി. പിന്നെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. പാസ്പോർട്ടും കിട്ടി. വിസ കിട്ടിയതിന് ശേഷമാണ് പാസ്പോർട്ടിന് അപ്ലൈ? അല്ല സോറി, അത് വിസ ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. പക്ഷേ വിസ അതിന് മുമ്പേ എല്ലാം തുടങ്ങി. അതെ, പുള്ളിയല്ലേ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരല്ലേ എന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടോ. അപ്പൊ മിനിസ്ട്രി കൂടി അവരുടെ എംബസി ഡൽഹി, എന്നിട്ട് എംബസിയാണ് എനിക്ക് കത്ത് എഴുതിയത്, ഇങ്ങനെയുണ്ട്, ഇപ്പൊ ഈ ഫോമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. പാസ്പോർട്ട് ഒരു പോലീസ് വന്ന്, നമ്മുടെ പാളയത്തായിരുന്നു, വന്ന് കുറേയൊക്കെ ചോദിച്ചു. നമ്മൾ അറിയുന്ന എല്ലാം പറഞ്ഞു. പിന്നെ പാസ്പോർട്ട് കിട്ടിയത്. പാസ്പോർട്ട് കിട്ടി പോകുന്നതിന് തൊട്ടടുത്ത വിസ. പാസ്പോർട്ട് കിട്ടി, പറഞ്ഞ പോലെ കിട്ടിയിട്ട് വേണ്ടേ അങ്ങോട്ട് അയച്ചു വേണ്ടേ കുത്തി തരേണ്ടത്. അതെല്ലാം അടുത്തായിരുന്നു. ഒന്നിനും അധികം. അമ്മയ്ക്ക് വെച്ചാൽ ഞാൻ PhDക്ക് ജോയിൻ ചെയ്ത് തന്നെ അമ്മ നിനക്ക് ഇവിടെ ജോലി ചെയ്യല്ലേ. അമ്മ വളരെ ഒന്നിനും നമ്മളെ പുഷ് ചെയ്യില്ല, വളരെ പതുക്കെ സംസാരിക്കുള്ളൂ. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ അറിയാം നമ്മുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത്. നല്ലപോലെ അറിയാം, എനിക്കും അറിയാം അമ്മയ്ക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്. അതെ, മൂത്ത മകനാണ്, അവൻ ജോലി ചെയ്താൽ ഒരു ഇൻകമായി. ഇത് മറ്റേ തറവാട്ടിലെ ചെലവിലല്ലേ നമ്മളെല്ലാവരും അന്ന് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അത് നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ സ്കോളർഷിപ്പ് കിട്ടിയത് മുതൽ അമ്മയ്ക്ക് മാസം പൈസ അയച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ പേരെന്തായിരുന്നു? അമ്മയുടെ പേര് ഉൽപ്പലാക്ഷിയമ്മ. അതെ, വളരെ സാധു. അതെ, ആരെയും അല്ലെ ചീത്തയൊന്നും പറയില്ല. നല്ല ഓർമ്മയാണ്. എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും പഴയ അങ്ങനെയുള്ള നല്ല ഒരു അതെ. അപ്പൊ അത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ ഞാൻ വീട്ടിൽ പോയി അങ്ങോട്ട് പോവാൻ ടിക്കറ്റ് വാങ്ങിക്കണം. എൻ്റെ കൈ കാശില്ല ഹോളണ്ടിലേക്ക് ടിക്കറ്റ് വാങ്ങിക്കാൻ. അപ്പോൾ പോയി. അപ്പോൾ എൻ്റെ ഒരു ചേച്ചിയുണ്ട് അവിടെ, കസിൻ. അവർ പറഞ്ഞു നീ ഇങ്ങോട്ട് വാടാ, എന്ന് ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പൈസ വാങ്ങിച്ചുകൊണ്ട് വന്നു. രാത്രി ഒരു ഓണം നമ്മുടെ കേരള ട്രാവൽസിൽ അതും വേറെ ഒരു കഥ. ഓണം അവരുടെ കേരള ട്രാവൽസിന്റെ ഓഫീസ് തുറന്നു വെച്ചിരുന്നു. ഞാൻ പൈസയും കൊണ്ട് വരികയാണ്, ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയിട്ട് പൈസ വെച്ച് ഇങ്ങനെ അടിച്ചോണ്ട്. ടിക്കറ്റിന് എനിക്ക് തോന്നുന്നു ഒരു 3000 രൂപയുടെ അടുത്തെങ്ങാണ്ട അന്നുണ്ടായിരുന്ന. അത്രേ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ. അല്ല ട്രിവാൻഡ്രം അല്ല, ഇത് ഡൽഹിയിൽ നിന്ന്. വെച്ചാൽ കേരള ട്രാവൽസ് ഏജൻസി പറഞ്ഞ് ഞാൻ കുറഞ്ഞ ഒരു റേറ്റൊക്കെ തരാം എന്ന് പറഞ്ഞ് ലുഫ്താൻസയുടെ ടിക്കറ്റാണ്. ലുഫ്താൻസ ടിക്കറ്റ്. പക്ഷേ ലുഫ്താൻസ അന്ന് അവർക്ക് കേരളത്തിൽ എവിടെ ഏജൻസി ഇല്ല. അപ്പോൾ
ഇന്ന് കേരള ട്രാവൽസിന്റെ കയ്യിൽ കുറച്ച് ടിക്കറ്റും കൊടുത്ത് ഇത് നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുത്തോളും. പൈസയൊക്കെ നിങ്ങൾ റോയൽ ഫാമിലിയും അത് അവരൊക്കെ അതുകൊണ്ട് നിങ്ങൾ ഈ പൈസയും എടുത്തോണ്ട് ഓടുമൊന്നുമില്ല. അത് എന്നും ടിക്കറ്റ് കൊടുത്തിരുന്നേ, ബ്ലാങ്ക് ടിക്കറ്റ്. അപ്പൊ കേരള ട്രാവൽസ് ഈ ലുഫ്താൻസയുടെ ആദ്യത്തെ ടിക്കറ്റ് എനിക്ക് എഴുതി തന്നു. അതെ 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 അതെ. അപ്പോ അതെ അതെ അതെ. അപ്പോ അത് ഡൽഹിയിൽ നിന്നാണ്, ഡൽഹി, ഫ്രാങ്ക്ഫർട്ട്, ആംസ്റ്റർഡാം. അപ്പോൾ കേരള ട്രാവൽസ് പറഞ്ഞു സാധാരണ എല്ലാ ഇന്റർനാഷണൽ ഫ്ലൈറ്റും പോകുന്നത് മുംബൈ, ബോംബെയിൽ നിന്നാണ്. അപ്പൊ എനിക്ക് ബോംബെയിൽ നിന്ന് ഡൽഹിക്കും ടിക്കറ്റ് വാങ്ങണം, ട്രിവാൻഡ്രത്ത് ഡൽഹി വരെ പോകണം. അപ്പോൾ കേരള ട്രാവൽസ് പറഞ്ഞു എന്തായാലും അത് കയ്യിൽ നിന്ന് പൈസ ഇട്ട് വേണ്ട. അപ്പോൾ ഞാൻ പറയാം ലുഫ്താൻസ. അപ്പോൾ മുംബൈയിൽ നിന്ന് ബോംബെയിൽ നിന്ന് ഡൽഹിക്കുള്ള ടിക്കറ്റും കൂടി അവര് ഇതിൻ്റെ ഒപ്പം വേറെ പൈസ ഒന്നും കൊടുക്കാതെ ടിക്കറ്റ്. അങ്ങനെ കേരള ട്രാവൽസ് പറഞ്ഞ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ ബോംബെയിൽ നിന്ന് അങ്ങോട്ടും കിട്ടി. അപ്പോൾ ട്രിവാൻഡ്രം, ബോംബെ ഞാൻ ടിക്കറ്റ് എടുത്ത് പോയി. പിന്നെ ബാക്കിയുള്ളതെല്ലാം ലുഫ്താൻസ ചെയ്തു. അത് ലുഫ്താൻസയുടെ ഒരു ടിക്കറ്റ് വിറ്റപ്പോൾ ഈ ലുഫ്താൻസയുടെ വലിയ മാനേജർ കേരള ട്രാവൽസിലേക്ക് വന്നു. ഫസ്റ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എന്തോ ഒരു ഏജന്റ് മദ്രാസിലുണ്ടായിരുന്നു. അതെന്തോ എല്ലാം ശരിയായി, ഒന്നും ശരിക്ക് ജോലി ഒന്നും ചെയ്യാതെ അത് മുഴുവൻ അങ്ങ് അടച്ചു പൂട്ടി. അപ്പോഴാണ് കേരളത്തിൽ നിന്ന് ഈ ആദ്യത്തെ ലുഫ്താൻസ അവര് കേരള ട്രാവൽസ് എപ്പോഴും പറയും ആദ്യത്തെ ടിക്കറ്റ് ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴും ഉണ്ടോ കേരള ട്രാവൽസ്? ഉണ്ടോ? എവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മള് കേരള ട്രാവൽസ് ഉണ്ടോ ഇപ്പോഴും? കേരള ട്രാവൽസ് ഉണ്ടോ? കേരള ട്രാവൽസ് ഉണ്ട്. കേരള ട്രാവൽസ് ഉണ്ട്. അന്നുണ്ടായിരുന്ന അതെ അത് തന്നെ, അന്നും ഇന്നും അത് തന്നെ. അതെ 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 അന്ന് അവരാണ് ടിക്കറ്റ് വാങ്ങി. എന്താ ഇപ്പൊ ടിക്കറ്റ് ഒക്കെ ഓൺലൈൻ പോവാനില്ല, പക്ഷെ അവരുണ്ട്. ഫാമിലി ഫ്രണ്ട്സ് ആണ് അവരുണ്ട്. അവര് ഫാമിലി ഫ്രണ്ട്സ് ആണ് ഇപ്പൊ. അപ്പൊ അവര് മറ്റവരും പണ്ഡിറ്റ് കോളനിയിലാണ് വീടുണ്ട്. തക്ഷശീല എന്നൊറ്റ പറഞ്ഞ വീടുണ്ട്. ആ വീട് അത് അവന്റെ ആയിരുന്നു. അപ്പൊ ആ അങ്കിളും ആന്റിയും ഒന്നും ഇല്ല, മക്കളൊന്നും അവിടെ ഇല്ല. പക്ഷെ ഒരു മകനാണ് കേരള ട്രാവൽസ്. അവളിപ്പോ എന്തോ ഫ്ലാറ്റിൽ എവിടെയാണ്, വഴുതക്കാട്ടോ അവിടെ. അപ്പൊ അവിടുന്ന് ബോംബെ വന്നു, ബോംബെന്ന് ഡൽഹി വന്നു, ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ഡൽഹി, ഫ്രാങ്ക്ഫർട്ട്, ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ആംസ്റ്റർഡാം.